ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ബ്ലൂ ലോക്ക് എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 1 6ാമത്തെ എപ്പിസോഡാണ്. സോ എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇഷ്ടമാണെങ്കിൽ യെല്ലോ കളർ ഹാർട്ട് ഇമോജി താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടെ ഒരു ഫയർ ഇമോജി കൂടി ആയിക്കോട്ടെ, ചുമ്മാ ഫയർ ആവുമല്ലോ. അപ്പോട്ട് സമയങ്ങളാണ്, നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ടീം ഡബ്ല്യുവിന്റെ കൂടെ നടക്കാനിരിക്കുന്ന മാച്ചിന് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്ന ടീം സി ആണ്. ടീം എക്സിനെ ഇവർ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുമായിട്ട് നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം കളിക്കാൻ. നമ്മൾ ഈ മാച്ചിൽ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കളിക്കാൻ പോകുന്നത് ടീം വിയുടെ കൂടെയാണ്. 2 മാച്ച് വിജയിച്ചു നിൽക്കുന്ന അവർക്ക് നമ്മളെ ഒരു പേടി ഉണ്ടാവണമെങ്കിൽ ഈ മാച്ചിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തേ പറ്റൂ. ടീം ഡബ്ല്യുവിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഇവരെ 2 പേരെയാണ്. ആ ടീമിൽ വളരെ ഡേഞ്ചർ ആയിട്ടുള്ളത് ഈ 2 ബ്രദേഴ്സ് ആണ്. ഇവർ 2 പേരും ഒരിക്കലും ഒറ്റയ്ക്കല്ല കളിക്കാറ്, 2 പേരും ഒരുമിച്ചാ കളിക്കാറ്. സോ എന്ന് പറയുവാണ് ഈമൻ. അപ്പൊ നീ പറഞ്ഞു വരുന്നത് അവരെ 2 പേരെയും ഒന്നിക്കാൻ നമ്മൾ സമ്മതിക്കരുതെന്നാണോ? അതവിടെ നിൽക്കട്ടെ, എപ്പോഴും കുവാനല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാറ്, അവനെവിടെ പോയി എന്ന് ചോദിക്കുവാണ് റേച്ചെ. അത് പിന്നെ കുളിക്കാനെന്ന് പറഞ്ഞ് നേരത്തെ പോയതാ, അവൻ വരുന്ന ലക്ഷണമൊന്നും കാണാനില്ല, അതുകൊണ്ട് ആ സമയം കളണ്ടെന്ന് വിചാരിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് ഈമൻ പറയുന്ന സമയത്താണ് കുവാൻ അങ്ങോട്ട് വരുന്നത്. ഹേ ഗൈസ്, ഐ ആം റിയലി സോറി, നാളത്തെ മാച്ചിനെ പറ്റി ആലോചിച്ച് ഞാൻ അവിടെ അങ്ങ് ഇരുന്നു പോയി എന്ന് പറഞ്ഞ് വളരെയധികം ക്ഷീണിച്ചുകൊണ്ട് വരുവാണ് കുവാൻ. അവനെ കണ്ട ഇസക്കി, എന്തു പറ്റി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നാളത്തെ മാച്ച് എങ്ങാനും കളിക്കാൻ പറ്റാതെ ആവോ? വെറും 10 പേരെ വെച്ച് നമ്മളെ കൊണ്ട് വിജയിക്കാൻ സാധിക്കില്ല എന്ന് ഇഗറാഷിയും പറയുന്നു. അങ്ങനെയൊന്നുമില്ല, ടീം വൈയുടെ കൂടെ കളിച്ചതുപോലെ തന്നെയായിരിക്കും നമ്മൾ ഇതിലും കളിക്കാൻ വേണ്ടി പോകുന്നത്. എന്ന ഫോർമേഷനിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. 10 മിനിറ്റ് കൂടുമ്പോൾ ഓരോരുത്തരും മാറുന്നതിന് പകരമായിട്ട് 30 മിനിറ്റ് ആവുന്ന സമയത്ത് 3 പേർ വെച്ച് മാറാം. ഈ ഒരു ഓപ്പറേഷനെ നമ്മൾ 7 ഓഫ് സ്റ്റാർ എന്നായിരിക്കും വിളിക്കാൻ പോകുന്നത് എന്ന് പറയുവാണ് കുവാൻ. നിനക്കോടുന്ന ഇങ്ങനത്തെ പേരൊക്കെ കിട്ടുന്നേ എന്ന് ചോദിക്കാണ് റിയോസ്കി. റോണിക്ക 7 എന്റെ ഫേവറേറ്റാ എന്ന് പറയുവാണ് ഗിൻ. ഓ, നിനക്കെങ്കിലും അറിയാവല്ലോ എന്ന് അവനും പറയുന്നു. ശരി, ഞാൻ ഇപ്പോഴും ഗോൾ കീപ്പറാണോ? നിനക്ക് ഗോൾ കീപ്പറായിട്ട് നിൽക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, നീ വളരെ നന്നായിട്ട് ചെയ്യണ്ടല്ലോ എന്ന് അവനോട് പറയുവാണ് റൈച്ചി. ശരി, നീ ഇപ്രാവശ്യം ഒരു ഡിഫൻഡർ ആയിട്ട് തന്നെയല്ലേ നിൽക്കുന്നേ എന്ന് ചീക്കിരിയോട് ചോദിക്കുന്നു. നീ ഗോൾ അടിക്കുന്ന കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി എന്ന് ഇസാക്കിയോട് പറയുന്നു. ശരി, ഈ മാച്ച് എന്തായാലും നമുക്കുള്ളതാ, എല്ലാവരും റെഡിയല്ലേ? കം ഓൺ ഗൈസ് എന്നെല്ലാവരും പറയുന്നു. ഇതിലെങ്ങാനും പരാജയപ്പെട്ട എല്ലാം അവസാനിക്കും. ഇല്ല, വിജയിച്ചേ പറ്റൂ എന്ന് പറയുവാണ് ഇസക്കി. സോ ടീം ഡബ്ല്യുക്കും സീക്കും തമ്മിൽ മത്സരം നടക്കുവാണ്. ഇതേ സമയമാണ് ടീം ഡബ്ല്യുവിലെ ആ ബ്രദേഴ്സിനെ നമ്മൾ കാണുന്നത്. ഒരുത്തനെപ്പോഴും വളരെ ആക്റ്റീവായിട്ട് ചിരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്, മറ്റൊരുത്തൻ വളരെ സാഡായിട്ട് സൈലന്റ് ആയിട്ടിരിക്കുന്നു. ഓ, മനസ്സിലായി, ഞാൻ അങ്ങോട്ട് എത്തിയതിനു ശേഷം പാസ് ചെയ്യണം അതല്ലേ എന്ന് ചിരിച്ചോണ്ടിരിക്കുന്ന അവൻ പറയുന്നു. ഇത് കേട്ട് മറ്റവൻ തലയാട്ടുന്നു. ഇസഗിയുടെ ടീമിൽ ഡിഫൻഡേഴ്സ് ആയിട്ട് നിൽക്കുന്ന ഓരോരുത്തരെയും വളരെ സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ 2 പേരും. ഈ 2 ബ്രദേഴ്സിനെയും എങ്ങനെയെങ്കിലും സെപ്പറേറ്റ് ആക്കിയേ പറ്റൂ, അതാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റ് തന്നെ എന്ന് പറയുവാണ് ഇസഗി. എന്നാൽ ഇതേ സമയം അവിടെ നിന്നിരുന്നവരെ എല്ലാം ക്രോസ് ചെയ്ത് ആ 2 ബ്രദേഴ്സും ഇസഗിയുടെ മുൻപിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവരെ എങ്ങനെയെങ്കിലും തടയണമെന്ന് പറഞ്ഞ് ഇസഗി, ചീകിരി നീ അവിടെ നോക്കിക്കോ, ഞാൻ ഇവിടെ നോക്കിക്കോളാം എന്ന് അവനോട് പറയുന്നു. എന്ത്, ചീകിരിയോ? അതേ ചീകിരി തന്നെയാണോ? ഹേയ് ബ്രോ, നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? ഇവൻ ഇപ്പോഴും ഗ്രൗണ്ടിൽ ഇറങ്ങുന്നുണ്ട്. ഒരു പ്ലെയർ ആയിട്ടുള്ള നിന്റെ കരിയറൊക്കെ എപ്പോഴേ അവസാനിച്ചടാ, നിന്റെ കാല് വീണ്ടും ഓടിയാതെ നോക്കിക്കോ മോനെ എന്ന് പറഞ്ഞ് അവനെയും ക്രോസ് ചെയ്ത് പോവാണ് അവർ 2 പേരും. എന്നാ പെട്ടെന്ന് വന്ന ഇസാഗി ബോൾ അവരുടെ കയ്യിൽ നിന്നും തട്ടിയെടുക്കുന്നു. അത് കാരണം തന്നെ അതിലൊരുത്തൻ താഴെ വീഴുന്നു. ഹേയ്, ഇത് ഫൗളല്ലേ? ആര് പറഞ്ഞു? ഇവിടെ വിസിലൊന്നും അടിച്ചില്ലല്ലോ, സോ ഇത് ലീഗലാണ്. ഹേയ് ചീഗിരി, അവര് പറയുന്നൊന്നും നീ കേൾക്കാൻ നിൽക്കണ്ട, നിന്റെ പാസ്റ്റ് ഒന്നും ഇപ്പൊ ഒരു മാറ്റർ അല്ല, ഇപ്പൊ നീ എന്താണോ ചെയ്യാൻ പോകുന്നത് അതാണ് ഇവിടെ പ്രധാനം എന്ന് പറയുവാണ് ഇസഗി. നീ എന്നെ പറ്റി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ഞാനിത് നിനക്ക് വേണ്ടിയിട്ടല്ല പറയുന്നേ എന്ന് പറഞ്ഞ് ബോളും കൊണ്ട് ഓടുവാണ് ഇസഗി. ഞാനും നിന്നെ പോലെ തന്നെയാണ്, പക്ഷെ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യരുതെന്ന് വിചാരിച്ചിട്ടാ ഞാൻ ബ്ലൂ ലോക്കിലോട്ട് വന്നേ, നീയും അതുപോലെ തന്നെയാണെന്ന് എനിക്ക് അറിയാം എന്ന് പറഞ്ഞ് ഗോവാന് പന്ത് പാസ് ചെയ്യുന്നു. സോ അവനെ കൊണ്ട് ഹൈറ്റിൽ ചാടാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് തന്നെ അവൻ ചാടിക്കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ഗോൾ അടിക്കുന്നു. സോ മാച്ച് തുടങ്ങി ആദ്യത്തെ 10 മിനിറ്റ് കൊണ്ട് തന്നെ അവരൊരു ഗോൾ അടിച്ചിരിക്കുന്നു. നീ എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ? തോറ്റു കൊടുക്കാനാണോ? നിന്നെ കൊണ്ട് പറ്റുമെന്ന് നീ കാണിച്ചു കൊടുക്ക എന്ന് ഇസഗി ചീഗിരിയോട് പറയുന്നു. സോ ടീം ഡബ്ല്യുവിലെ ഡിഫൻഡേഴ്സിനെല്ലാം ആ ബ്രദേഴ്സ് വഴക്ക് പറയുന്നു. ഇതേ സമയം വീണ്ടും മാച്ച് ആരംഭിക്കുകയാണ്. ശരി, നീ ഇങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, സമയം ഇനിയുണ്ടല്ലോ എന്ന് ആ ബ്രദേഴ്സിൽ ഒരുത്തം പറയുന്നു. എന്നാൽ അത് കേട്ടിട്ടും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവന്റെ അടുത്ത് നിന്നും പെട്ടെന്ന് എന്നെ ബോൾ എടുത്തോണ്ട് പോവാണ് കുനുഗാമി. ഇതേ സമയം ആ ബോൾ പോകുന്നത് പാഷിരയുടെ അടുത്തോട്ടാണ്. ഡ്രിബിളിംഗ് എല്ലാം ചെയ്ത് അവൻ മുന്നോട്ട് തന്നെ ഓടുന്നു. ഒരു ചാൻസ് കിട്ടിയ സമയത്ത് കോവാൻ അത് പാസ് ചെയ്യുന്നു. വളരെ ഹൈറ്റിൽ ജമ്പ് ചെയ്ത് അവൻ അത് പിടിക്കുകയാണ്. മുൻപിൽ ഡിഫൻഡേഴ്സ് ഒന്നും ഇല്ലെന്ന് കണ്ട കോവാൻ അത്രയധികം ദൂരത്തു നിന്നും ഗോൾ പോസ്റ്റിനെ ലക്ഷ്യമാക്കി കിക്ക് ചെയ്യുന്നു. സോ ഗോൾ കീപ്പർ ശ്രദ്ധിക്കാത്തത് കൊണ്ടോ കോവാന്റെ ഭാഗ്യം കൊണ്ടാണോ എന്ന് അറിയില്ല, അതും ഗോൾ ആവുന്നു. ഇത് കണ്ട് മറ്റുള്ളവർ
അവർക്കൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ തന്നെ പോയാ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ സാധിക്കും. എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെ കളിക്കുക എന്ന് കോൻ അവിടെ വിളിച്ചു പറയുന്നു. 2 ഗോൾ അടിച്ചെന്ന് വിചാരിച്ച് ഇത്രയധികം സന്തോഷിക്കേണ്ട ആവശ്യമില്ല, ഇതല്ലേ പറയാൻ വരുന്ന ബ്രദർ എന്ന് അതിലെ ഒരുത്തൻ പറയുന്നു. ഇപ്പൊ അരമണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ഫോർമേഷൻ അവർ മാറ്റുന്നു. 3 പേർ ഇപ്പൊ മുന്നോട്ട് വരുവാണ്. എന്തായാലും എനിക്കൊരു ഗോൾ അടിച്ചേ പറ്റൂ എന്ന് റൈച്ചിയും ചിന്തിക്കുന്നു. ഇതേ സമയമാണ് പന്തം കൊണ്ട് ഓടാൻ ശ്രമിക്കുന്ന നറുഹായ ആ ബ്രദറിൽ ഒരുത്തൻ പിടിച്ച് വലിക്കുന്നത്. അത് കാരണം ഇസക്കിയുടെ ടീമിന് ഇപ്പൊ ഒരു ഫ്രീ കിക്ക് കൂടി കിട്ടുന്നു. ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയാണ് അവൻ. സോ ബാച്ചറയാണ് ഫ്രീ കിക്ക് അടിക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാവരുടെ മുമ്പിലും അവരെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പ്ലേയേഴ്സ് നിൽക്കുന്നുണ്ട്. പക്ഷെ ഫ്രീ ആയിട്ട് നിൽക്കുന്നത് കുവാൻ മാത്രമാണ്. സോ അവന് എന്നെ പാസ് കൊടുക്കാം എന്ന് പറഞ്ഞ് ബാച്ചറ കുവാന്റെ അടുത്തോട്ട് ഇട്ട് കൊടുക്കുന്നു. ബോൾ എടുത്തോട്ട് വന്ന കുവാൻ ഒരു കിടില ഹെഡ് അടിച്ച് അതും ഗോളാക്കി മാറ്റുന്നു. യെസ്, ദാറ്റ്സ് മൈ ഹാട്രിക് എന്ന് പറഞ്ഞ് ഒരുപാടധികം സന്തോഷിക്കുകയാണ് അവൻ. അങ്ങനെ 45 മിനിറ്റും കഴിഞ്ഞു പോകുന്നു. ഹേയ്, ഇവൻ ഇത്രയും നന്നായിട്ട് കളിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ, ഇപ്പൊ സൂപ്പറായിട്ട് കളിക്കുന്നുണ്ടല്ലോ എന്ന് പറയാണ് ഹാൻഡ്രി. ഡാ, നീ ശരിക്കും വേറെ ലെവലാടാ. ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്ന് ടീമിലെ എല്ലാവരും പറയുന്നു. കുവാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്കോർ ചെയ്യുന്നത് കൊണ്ട് ടീമിലെ എല്ലാവർക്കും ഇപ്പൊ ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ഇനി എന്തായാലും അവരവരുടെ ബെസ്റ്റ് കൊടുത്ത് തന്നെ കളിക്കും. പക്ഷെ ചീഗിരി മാത്രമാണ് ഇപ്പൊ വളരെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് എന്ന് ചിന്തിക്കുവാണ് ഇസാഗി. ഇതാണ് നമ്മൾ ആഗ്രഹിച്ച സ്ഥലം. ഇങ്ങോട്ട് വന്നതിന് ശേഷം ആരും ഒരിക്കലും തോറ്റു കൊടുക്കില്ലെന്നാ എനിക്ക് തോന്നുന്നേ, അങ്ങനെയല്ലേ ചിഗിരി എന്ന് ഇസാഗി ചോദിക്കുന്നു. അങ്ങനെ വീണ്ടും സെക്കൻഡ് ഹാഫ് ആരംഭിക്കുന്നു. കൊഹാനെ പോലെ തന്നെ എനിക്ക് 3 ഗോൾ അടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് റേച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ആ ബ്രദറിൽ ഒരുത്ത അവന്റെ കൂടെ വരുന്നു. ഹേയ്, ഞാൻ ഫ്രീയാ, ഇങ്ങോട്ട് പാസ് ചെയ്യ് എന്ന് കൊഹാൻ വിളിച്ചു പറയുന്നു. ആ ശരി എന്ന് പറഞ്ഞ് റേച്ച് അങ്ങോട്ട് പാസ് ചെയ്യുന്നു. വേഗം തിരിച്ച് പാസ് ചെയ്യ്, ഇങ്ങോട്ട് തന്നെ പാസ് ചെയ്യ് എന്നിവ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോഹാന്റെ അടുത്ത് നിന്നും ആ ബ്രദറിൽ ഒരുത്തൻ ബോൾ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നത്. ഡേക്കോ, നീ എന്തേ ചെയ്ത്? നിന്നോട് പാസ് ചെയ്താൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് ടെൻഷൻ ആവുകയാണ് റൈച്ചി. എന്തൊക്കെ സംഭവിച്ചാലും അവരെ കൊണ്ട് ഗോൾ അടിക്കാൻ സമ്മതിക്കരുത്, ഫൗൾ ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇസഗി ആ ബോൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. ഇതേ സമയം തന്നെ ചീഗിരിയുടെ അടുത്തോട്ടാണ് ആ ബോൾ വരുന്നത്. ഹേയ് ചീഗിരി എന്ന് ഇസഗി വിളിക്കുന്നുണ്ടെങ്കിലും അവന്റെ കാൽ വീണ്ടും ഓടിയെന്ന് വിചാരിച്ച് അവൻ പേടിച്ചനകാതെ അവിടെ തന്നെ നിൽക്കുന്നു. സോ പെട്ടെന്ന് തന്നെ ടീം ഡബ്ല്യു അവരുടെ ഫസ്റ്റ് ഗോൾ അടിക്കുന്നു. ഇത് കണ്ട് എല്ലാവരും വിഷമിക്കുന്നുണ്ടെങ്കിലും അത് കുഴപ്പമില്ല, നമ്മൾ 2 പോയിന്റിന് ഇപ്പൊ ലീഡിംഗിലാണ് നിൽക്കുന്നത്. കമോൺ ഗായ്സ്, നമ്മുടെ പവർ എന്താണെന്ന് കാണിക്ക് എന്ന് കുവാൻ വിളിച്ചു പറയുന്നു. ആ അവന് പറഞ്ഞതും ശരിയാ എന്ന് ചിന്തിക്കുവാണ് ഇസഗി. ഇതേ സമയം തന്നെ കുവാൻ അവന് നേരെ ആ ബോൾ ഇട്ടു കൊടുക്കുന്നു. പക്ഷെ അവൻ പാസ് ചെയ്തത് കുറച്ചധികം വേഗത കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് വന്ന ആ ബ്രദേഴ്സിലെ ഒരുത്തൻ അതെടുത്തുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. പോയെന്ന് മാത്രമല്ല അതേ സ്പോട്ടിൽ തന്നെ അവൻ ഗോൾ അടിക്കുന്നു. ഓ സോറി എന്ന് കുവാൻ വിളിച്ച് പറയുന്നു. എന്ത് ചെറിയൊരു അശ്രദ്ധ കൊണ്ട് അവരൊരു ഗോൾ കൂടി അടിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കുകയാണ് ഇസഗി. ഡേയ്, നീ എന്തേ കാണിക്കുന്നേ? നിനക്ക് ശരിയായിട്ട് പാസ് ചെയ്യാൻ അറിയില്ലേ? 3 ഗോൾ അടിച്ചെന്ന് വിചാരിച്ച് മറ്റുള്ളവരെ തോൽപ്പിക്കാൻ ശ്രമിക്കണോ നീ എന്ന് ചോദിച്ചുകൊണ്ട് റേച്ചി അവനോട് ചൂടാവുന്നു. ഹേയ് ഗായ്സ്, എന്നോട് ക്ഷമിക്ക്, ഞാൻ ശ്രദ്ധിച്ചില്ല, എന്നോട് ക്ഷമിക്ക് എന്ന് അവിടെ ഇരുന്ന് തല കുനിച്ചുകൊണ്ട് ക്ഷമ ചോദിക്കുകയാണ് കുവാൻ. ഹേയ്, അത് വിട്, മനഃപൂർവ്വം ചെയ്തൊന്നുമല്ലല്ലോ, നമുക്ക് ഇനിയും സമയമുണ്ട് സ്കോർ ചെയ്യാൻ എന്ന് കുനിഗാമി പറയുന്നു. എന്ന് ഇതൊക്കെ കേട്ടിട്ടും റേച്ചി അടങ്ങിയിരിക്കുന്നില്ല. അവനോട് വീണ്ടും ചൂടായിക്കൊണ്ടേയിരിക്കുന്നു. എന്തായാലും നമ്മൾ 1 ഗോളിന് ലീഡിംഗിലാണ് നിൽക്കുന്നത്, അത് വലിയ കുഴപ്പമില്ല, ഇനിയും സമയമുണ്ടല്ലോ എന്ന് ഇസക്കി ചിന്തിക്കുന്ന സമയത്താണ് അവൻ ആ കാഴ്ച കാണുന്നത്. താഴെ ഇരിക്കുന്ന കുവാൻ ചിരിക്കുന്നു. എന്ത്, അവൻ ചിരിക്കുന്നോ? ഇല്ല, എനിക്ക് തോന്നിയതാണോ? സോ ഇനി 30 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. ഇവരുടെ ഫോർമേഷൻ വീണ്ടും ചേഞ്ച് ആവുന്നു. നമ്മുടെ 3 എങ്ങനെയെങ്കിലും 4 ആക്കിയേ പറ്റൂ എന്ന് പറഞ്ഞ് ബാഷ്റ ഇസക്കിയും മുന്നോട്ട് പോകുന്നു. അവരുടെ പ്ലാൻ പ്രകാരം ഇസക്കി കുനുഗാമിക്ക് പാസ് ചെയ്യുന്നു. കുനുഗാമി ഇനിയ അത് ആർക്ക് പാസ് ചെയ്യുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് എല്ലാവരുടെ അടുത്തും ഡിഫൻഡേഴ്സ് വന്നു കഴിഞ്ഞു. വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇസഗിക്ക് എന്നെ ഇട്ടു കൊടുക്കുന്നു. ഇവർക്ക് എങ്ങനെയാ ഞങ്ങളുടെ ഫോർമേഷൻ മനസ്സിലായേ? പ്രീവിയസ് മാച്ച് കണ്ടാൽ പോലും ഇവർക്കത് മനസ്സിലാവാൻ സാധ്യതയില്ല. കാരണം ഞങ്ങൾ ഈ മാച്ചിലാണ് ഇത് ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇവിടെ ശരിക്കും എന്തേ നടക്കുന്നേ എന്ന് ചിന്തിക്കുകയാണ് ഇസഗി. സോ ബോൾ കൊടുക്കാൻ പറ്റിയ ആരും ഇസഗിയുടെ മുമ്പിൽ നിൽക്കുന്നില്ല. പെട്ടെന്നാണ് ഓപ്പോസിറ്റ് ടീമിലുള്ള ഒരുത്തൻ ആ ബോൾ അവന്റെ അടുത്ത് നിന്നെടുക്കുന്നത്. ഇതേ സമയം തന്നെ കുവാൻ ചിരിച്ച കാര്യം വീണ്ടും ഇസഗിക്ക് ഓർമ്മ വരുന്നു. ഇല്ല, അവൻ ചതിക്കാൻ സാധ്യതയില്ല. ഇനി അങ്ങനെ ചെയ്താൽ തന്നെ അവന്റെ ടീമല്ലേ തോറ്റു പോവാ. ഇതേ സമയമാണ് വേണോന്ന് വെച്ച് കുവാന് പാസ് ചെയ്ത ബോൾ അവൻ മിസ് ചെയ്യുന്നത് ഇസഗി കാണുന്നത്. സോ ഓപ്പോസിറ്റ് ടീം അവിടെ ഗോൾ അടിക്കുന്നു. 2 ടീമും ഇപ്പോ ഈക്വൽ ആയിട്ടാണ് നിൽക്കുന്നത്. കുവാൻ, നീ എന്തിനാ അങ്ങനെ ചെയ്തേ? നീ എന്തിനാ വേണോന്ന് വെച്ച് നമ്മുടെ ടീമിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് ഇസഗി അവന്റെ അടുത്തോട്ട് വരുന്നു. ബിങ്കോ, അവൻ കണ്ടുപിടിച്ചു. ഇനി നീ അഭിനയിക്കേണ്ട ആവശ്യമില്ല. ഇന്നലെ രാത്രി ഇവൻ ഞങ്ങളെ വന്ന് കണ്ടിരുന്നു. നിങ്ങളുടെ പ്ലാനിനെ പറ്റിയും വെപ്പണെ പറ്റിയും എല്ലാം അവൻ ഞങ്ങളോട് പറഞ്ഞു. അപ്പോ കുളിക്കാൻ പോയത് കൊണ്ടല്ല അവൻ ലേറ്റ് ആയിട്ട് വന്നേ എന്ന് ചിന്തിക്കുവാണ് ഇസഗി. ആദ്യത്തെ 3 ഗോൾ അടിച്ചപ്പോ നിങ്ങൾ എന്താ വിചാരിച്ചേ? വിജയം നിങ്ങൾക്കാണെന്നോ? തുടക്കം തൊട്ടേ ഈ ഗെയിം ഞങ്ങളുടെ കൺട്രോളിലാ. ഇത് കേട്ട ഇസഗി, പക്ഷേ എന്തിന്? ഡേയ്, നീ എന്താടാ കാണിച്ചേ? കൂടെ നിന്ന് ചതിക്കുന്നോടാ നായേ എന്ന് പറഞ്ഞ് റൈച്ചി അവനെ അടിക്കാൻ വേണ്ടി പോകുന്നു. ജിങ്കോ റൈച്ചി, നിങ്ങൾ കാണിച്ചത് ഫൗളാണ്, യെല്ലോ കാർഡ്. ഏയ്, നീ എന്തിനാ ഇങ്ങനെ ചെയ്തേ എന്ന് എല്ലാവരും അവനോട് ചോദിക്കുന്നു. ഈഗോ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ?
ബെസ്റ്റ് 2 ടീം മാത്രമാണ് നെക്സ്റ്റ് ലെവലിലോട്ട് പോകുന്നത്. നിങ്ങളെ പോലെയുള്ള മണ്ടന്മാരുടെ കൂടെ നിന്ന് എന്നെ കൊണ്ട് സർവൈവ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഓപ്പോസിറ്റ് ടീമിന്റെ അടുത്തോട്ട് പാസ് ചെയ്യുവാണ് കോവാൻ. ഇനി ഈ മാച്ച് നടക്കാൻ പോകുന്നത് 12 vs 10. സോ ടീം സീലുണ്ടായിരുന്ന അവൻ ഇപ്പൊ അവരുടെ ടീമിൽ പോയി ചേർന്നിരിക്കുന്നു. ഹേ ഈഗോ, നീ ഇതൊക്കെ കണ്ടിട്ട് എന്താ മിണ്ടാണ്ടിരിക്കുന്നേ? നീ ഇത് തടയുന്നില്ലേ? മിണ്ടാതെ കളി കാണ്. ഇനി നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നേ ടീം സി എന്ന് ഈഗോ ചിന്തിക്കുന്നു. ഇതേ സമയം തന്നെ എതിർ ടീം വീണ്ടും ഗോൾ അടിക്കാൻ വേണ്ടി വരുന്നു. ഇതിനു വേണ്ടി ഞാൻ നിനക്ക് വേണം നന്ദി പറയാൻ. നീ ടീം വൈ എതിർത്ത് ഗോൾ അടിച്ച സമയത്താണ് ഈഗോ പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നത്. ബെസ്റ്റ് 2 ടീമിനെ ആയിരിക്കും നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. എന്നാൽ തോറ്റുപോയ ടീമിൽ നിന്നും ബെസ്റ്റ് പ്ലേയേഴ്സിന് വീണ്ടും ചാൻസ് കിട്ടുന്നതായിരിക്കും. സോ എന്റെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ടീമിന് വിജയിക്കാനുള്ള ഒരു ചാൻസ് കൊടുക്കണം. പകരം 3 ഗോൾ അടിക്കാനുള്ള ചാൻസ് അവർ എനിക്ക് തരും. സോ ഇപ്പോ ടീം സിയിലെ ബെസ്റ്റ് പ്ലെയർ ഞാനാ. ഇനി നിങ്ങൾ തോറ്റുപോയാലും ബ്ലൂ ലോക്കിൽ എനിക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കും. ഹേയ്, നമ്മളെല്ലാവരും ഒരേ ടീമാണ്. ഒരുമിച്ച് കളിച്ച് വിജയിക്കുന്നു നീ പറഞ്ഞതോ? ടീം ലവ് ഫ്രണ്ട്ഷിപ്പ് അതിനൊന്നും ഇവിടെ ഒരു സ്ഥാനവുമില്ല. ബ്ലൂ ലോക്ക് എന്ന് പറയുന്നത് ഈഗോയിസ്റ്റിനുള്ളതാണ്. ഇവിടെ ആര് വിജയിക്കുന്നു തോൽക്കുന്നു എന്നതാണ് പ്രധാനം എന്ന് കോം പറയുന്ന സമയത്താണ് 4ാമത്തെ ഗോളും അവരടിക്കുന്നത്. ഹേയ്, ലൂസേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ഇവിടെ നിന്ന് പുറത്തോട്ട് പൊക്കോ. ഞാൻ എന്തായാലും നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോവാൻ പോവാ എന്ന് അവരുടെ കൂടെ നിന്ന് പറയുവാണ് കോവാൻ. എല്ലാം തീർന്നു. ഇങ്ങനെ തന്നെ പോയാ ഇതോടെ എല്ലാം അവസാനിക്കും. ഇനി ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുകയാണ് ഇസഗി. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. സോ ടീം സിയിലെ 3 ഗോളും അടിച്ചത് കോവാനാണ്. ഇനി ടീം സി തോറ്റു പോവുകയാണെങ്കിൽ തന്നെ ഈ ടീമിലെ ബെസ്റ്റ് പ്ലെയർ അവനായിരിക്കും. അത് കാരണം ബ്ലൂ ലോക്കിൽ അവന് സർവൈവ് ചെയ്യാൻ സാധിക്കും. അത് തന്നെയായിരുന്നു അവന്റെ പ്ലാനും. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതെ വരയ്ക്കും. ബൈ.